നമ്മുടെ ഇന്ത്യയിലെ ക്രിക്കറ്റിനെ ഒരു മതമായിട്ട് കാണുന്നവരുണ്ട്, ക്രിക്കറ്റ് താരങ്ങളെ ദൈവങ്ങളായിട്ട് കാണുന്നവരുണ്ട്. എന്നാൽ എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ. ക്രിക്കറ്റിനെ ഒരു കായിക വിനോദമായിട്ട് മാത്രം കാണുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും അങ്ങനെയാണ്. അവരെ സംബന്ധിച്ച് അതൊരു കായിക വിനോദം മാത്രമാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഫ്രാഞ്ചൈസിയായ സൺറൈസേഴ്സ് ലീഡ്സ് പാകിസ്ഥാൻ താരമായ അബ്രാർ അഹമ്മദിനെ ടീമിലെടുത്തല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങോട്ട് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ വൻ പ്രതിഷേധമാണ് ഇതിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാവ്യമാരനെതിരെയും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും ഒക്കെ വൻ ഹേറ്റ് ക്യാമ്പയിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പാകിസ്ഥാൻ താരത്തെ ടീമിലെടുത്തു, അതുവഴി അവർ തീവ്രവാദികൾക്ക് സഹായം ചെയ്യുന്നു എന്നെല്ലാമാണ് പറയുന്നത്. ECBയിലെ ഇംഗ്ലണ്ടിലെ ദ 100 എന്ന ലീഗിലാണ് സൺറൈസേഴ്സ് ലീഡ്സ് പങ്കെടുക്കുന്നത്. ECBയുടെ അണ്ടറിൽ നടക്കുന്ന ലീഗാണ് ദ 100. അതായത് ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന ഒരു ലീഗാണ് ദ 100 ലീഗ്. അതിൽ പങ്കെടുക്കുന്ന ടീമാണ് സൺറൈസേഴ്സ് ലീഡ്സ്. ആ ടീം അബ്രാർ അഹമ്മദിനെ ടീമിലെടുത്തതിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ IPLൽ നിന്ന് വരെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓരോരുത്തരും പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ BCCIയുടെ ഇതിലെ നിലപാട് എന്താണ്? BCCI വൈസ് പ്രസിഡന്റായ രാജീവ് ശുക്ല പറയുന്നത് ഇതാണ്: ഞങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് IPLൽ മാത്രമാണ്. ഒരു വിദേശ ലീഗിൽ ഒരു കളിക്കാരനെ അവർ കരാറിൽ ഉൾപ്പെടുത്തുന്നതിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? അത് അവരുടെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ശ്രദ്ധ IPLലാണ്. IPLൽ അങ്ങനെ ഒരു കളിക്കാരൻ ഇല്ല. അപ്പോൾ ഇത്രയുള്ള കാര്യം. അവരവിടെ എന്ത് വേണേലും കാണിച്ചോട്ടെ, അതിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഇവിടെ IPLൽ അതുണ്ടോ? അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത്രേ ഉള്ളന്നേ പ്രശ്നം. ഇതൊരു കായിക വിനോദമായിട്ട് കാണുക. ആ ടീം അവർക്ക് ആവശ്യമുള്ള ഒരു കളിക്കാരനെ ലേലത്തിൽ വിളിച്ചെടുത്തു. ക്രിക്കറ്റ് എന്ന മതത്തിൽ ഈ പൊളിറ്റിക്സും കൂടി കടത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്.